പ്രിയപ്പെട്ടവരെ, എള്ളിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ എള്ള് കഴിക്കാതെ പോകില്ല. കാരണം നമ്മുടെ പൂർവികരുടെ കാലം തൊട്ടേ ആരോഗ്യ സംരക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് എള്ള്. പൂർവികരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പേ അന്നുള്ള മനുഷ്യർ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എള്ള് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഈ ആധുനിക ശാസ്ത്രം വളർന്ന ഈ കാലഘട്ടത്തിലും ഇപ്പോഴും എള്ളിനെക്കുറിച്ച് അറിയാത്ത, എള്ളിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെയും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇത്. മാത്രമല്ല, ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണം വരെ നല്ല ആരോഗ്യത്തോടു കൂടിയും ആഫിയത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാനുള്ള ഒരു ഭാഗ്യം, തൗഫീക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഈ എള്ള് എന്നുള്ളത് ആയുർവേദത്തിൽ ഒരു മരുന്നായി ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ഈ കുഞ്ഞൻ വിത്തായ ഈ എള്ളിൽ ഔഷധ ഗുണങ്ങളുടെ കലവറയാണ്. ഈ എള്ള് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ എള്ളുണ്ട കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ എള്ളിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ടൊന്നുമല്ല കഴിക്കുന്നത്, എള്ളുണ്ടയുടെ ആ രുചി കൊണ്ടാണ്. എന്നാൽ നിത്യവും എള്ളുണ്ട കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എള്ളിന് സാധിക്കും. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് എള്ള് കഴിക്കുന്നത് കൊണ്ട് സഹായകമാകുന്നത്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അധികവും സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു രോഗമായ PCOD, ആർത്തവ തകരാറുകൾ, ഇതൊക്കെയും പരിഹരിക്കാൻ ഈ എള്ളിന് സാധിക്കും. ക്രമം തെറ്റിവരുന്ന ആർത്തവം, അമിത രക്തസ്രാവം, ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന, ഇതിനൊക്കെയും പരിഹാര മാർഗമായിട്ട് പഴമക്കാരായിട്ടുള്ള ആളുകൾ ഈ എള്ള് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനൊക്കെയും ശമനം കിട്ടിയിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, കടകുമണിയോളം വലിപ്പമുള്ളൂ എള്ളിനെങ്കിലും പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് എള്ള്. കൂടാതെ എള്ളിൽ അയൺ, മാംഗനീസ്, ഫോസ്ഫറസ്, കോപ്പർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുമുണ്ട്. എള്ളിലടങ്ങിയിട്ടുള്ള മഗ്നീഷ്യവും മറ്റ് പോഷകങ്ങളും ചേർന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. അതിനാൽ തന്നെ പ്രമേഹം ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് എള്ള്. പ്രമേഹം ഉള്ള ആളുകളൊക്കെ ദിവസവും 1 ടീസ്പൂൺ എള്ള് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല, പ്രമേഹ രോഗികൾക്ക് മറ്റു എണ്ണകളെ അപേക്ഷിച്ച് ഒരു ഭയം കൂടാതെ അവർക്ക് എള്ളെണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനാൽ തന്നെ പ്രമേഹ രോഗികൾ എന്നും എള്ളും എള്ളെണ്ണയും കഴിക്കുന്നത് കൊണ്ട് അവരുടെ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. കൂടാതെ രക്തസമ്മർദ്ദം ഉള്ള ആളുകൾക്കും ഗുണകരമാണ് എള്ള് കഴിക്കുന്നത്. അതായത് എള്ള് കഴിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം കുറച്ച് അത് കൃത്യമാക്കുന്നതിന് ഇത് സഹായിക്കും. അതുപോലെ നമുക്കറിയാം, ഇന്ന് ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ എന്നുള്ളത്. എന്നാൽ എള്ള് കഴിക്കുന്നത് കൊണ്ട് എള്ളിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റോസിറോൺ കൊളസ്ട്രോളിൻ്റെ അളവ് കുറക്കാൻ അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അമിതമായിട്ട് കൊളസ്ട്രോൾ ഉള്ള ആളുകളൊക്കെ നിത്യവും എള്ള് കഴിക്കുന്നത് വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. കൂടാതെ എള്ളിൽ അടങ്ങിയിട്ടുള്ള ഒരിക് ആസിഡ് ചീത്ത കൊളസ്ട്രോളായ LDLനെ കുറച്ച് നല്ല കൊളസ്ട്രോളായ HDLനെ കൂട്ടാൻ അത് സഹായിക്കും. നാരുകളാൽ സന്തുഷ്ടമായ ഈ എള്ള് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താൻ അത് സഹായിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും ദഹനക്കേട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിത്യവും 1 ടീസ്പൂൺ എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ എള്ളിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതായത് നമ്മുടെ ചർമ്മത്തിൽ അടങ്ങിയിട്ടുള്ള ചുളിവുകൾ, കുരുകൾ, കലകൾ, കറുത്ത പാടുകൾ ഇതെല്ലാം നീങ്ങി നല്ല അഴകുള്ള, നല്ല തിളക്കമുള്ള ചർമ്മമാകാൻ ഈ എള്ള് കഴിക്കുന്നത് കൊണ്ട് സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ, സൗന്ദര്യം വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിത്യവും എള്ള് കഴിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കാൻ അത് സഹായകമാകും.
കൂടാതെ നിങ്ങൾ കുട്ടികളെയൊക്കെ കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാതെ ഈ എള്ളെണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ ചർമ്മത്തിലെ വരണ്ട ചർമ്മം, ചെറിയ തടിപ്പുകൾ ഇതൊക്കെ മാറി കുട്ടികൾക്ക് നല്ല ഉറക്കം കിട്ടാനും അത് സഹായിക്കും. അതുകൊണ്ട് കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ എള്ളെണ്ണ ഉപയോഗിക്കുക. മാത്രമല്ല മുതിർന്നവർക്കും എള്ളെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ ചർമ്മത്തിന് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ലഭിക്കുന്നതാണ്. എള്ളിൽ ധാരാളം കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നതിനേക്കാൾ കാൽസ്യം ഒരു സ്പൂൺ എള്ള് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് കിട്ടും. കൂടാതെ ധാരാളമായിട്ട് സിങ്കും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിൻ്റെ ബലത്തിന് അത് സഹായിക്കും. കുട്ടികൾക്കൊക്കെ നിങ്ങൾ എള്ള് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമാണ് എള്ള് കഴിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം, ഇന്ന് ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉറക്കം ഇല്ലായ്മ. ഉറക്കം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഉറക്ക ഗുളിക കുടിക്കുന്നവർ വരെ ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിത്യവും എള്ള് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടുന്നതാണ്. എള്ളിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകൾ സിറോട്ടോൺ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നല്ല സന്തോഷവും നല്ല മൂഡും നമുക്ക് നൽകാൻ സഹായിക്കുന്ന ഈ ഹോർമോൺ എള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എള്ള് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ മാനസിക പിരിമുറുക്കം മാറി, നമ്മുടെ വേദനകൾ മാറി, നമുക്ക് നല്ല ആരോഗ്യവും നല്ല ഉന്മേഷവും നല്ല ഉറക്കവും അതുകൊണ്ട് കിട്ടും നമുക്ക്. അതുകൊണ്ട് നിത്യവും ഒരു ടീസ്പൂൺ എള്ള് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ മാനസിക ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ്. എള്ള് കഴിക്കുമ്പോൾ നിങ്ങൾ വെളുത്ത എള്ളിനേക്കാൾ നല്ലത് കറുത്ത എള്ളിനാണ്. കറുത്ത എള്ളിനാണ് ഏറ്റവും ഔഷധ ഗുണങ്ങൾ ഉള്ളത്. കറുത്ത എള്ളിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീമിയ എന്ന പ്രശ്നം ഈ കറുത്ത എള്ള് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കൂടാതെ റേഡിയേഷൻ മൂലമുള്ള ജനിതക തകരാറുകൾ തടയാനും എള്ളിന് സാധിക്കും. അതുപോലെ എള്ളിലുള്ള കോപ്പർ എല്ലിനെയും സന്ധികളെയും രക്തക്കുഴലുകളെയും ശക്തിപ്പെടുത്താൻ അത് സഹായിക്കും. മാത്രമല്ല പ്രധാനമായിട്ടും നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാനും എള്ള് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ആസ്മ രോഗം തടയുന്നതിനും ശ്വാസകോശ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും എള്ളിൻ്റെ ഉപയോഗം നമ്മെ സഹായിക്കും. മാത്രമല്ല എള്ള് നമ്മൾ സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ തടി കുറക്കാനും നമ്മുടെ മുടി നരക്കാതിരിക്കാനും മുടിയുടെ യഥാർത്ഥ കളർ എന്നും നിലനിർത്താനും നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നിത്യവും നിങ്ങൾ എള്ള് ഒരു ടീസ്പൂണെങ്കിലും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എള്ളിൻ്റെ ഇത്രയും ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ ജീവിതത്തിൽ എള്ള് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നുള്ളത്. ഇനി എങ്ങനെയാണ് എള്ള് നമ്മൾ കഴിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക്, പ്രമേഹം ഇല്ലാത്ത ആളുകൾക്ക് എള്ളുണ്ട, പഞ്ചസാര, ശർക്കര ചേർത്തിട്ടുള്ള എള്ള് ഇതൊക്കെയും കഴിക്കാം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ കഴിക്കാം. എന്നാൽ ഷുഗർ രോഗികൾ കഴിക്കേണ്ടത് നിങ്ങൾ ഒരു ടീസ്പൂൺ എള്ളെടുത്ത് ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ എള്ള് ഇട്ട് വെക്കുക. എന്നിട്ട് പുലർച്ചെ നിങ്ങൾ ആ വെള്ളം കുടിക്കുക. അതിനുശേഷം അതിലുള്ള ആ എള്ളും നിങ്ങൾ ചവച്ചരച്ച് കഴിക്കുക. അതുപോലെ മുളപ്പിച്ച എള്ളും പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ പ്രമേഹ രോഗികൾ എള്ള് കഴിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രമേഹം കുറയുകയും പ്രമേഹം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് തടി കുറക്കാൻ വേണ്ടിയിട്ട്, ഹൃദയ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ആർത്തവ പ്രശ്നങ്ങൾക്ക്, വയറിൻ്റെ ആരോഗ്യത്തിന്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്ക്, അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ എള്ള് ഉപയോഗിക്കേണ്ടത് എന്നും ഞാൻ പറഞ്ഞു തരാം. ഇതിനു വേണ്ടി നിങ്ങൾ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നിങ്ങൾ ഒരു ടീസ്പൂൺ തേൻ ഒഴിക്കുക. ആ തേനിലേക്ക് നിങ്ങൾ ഒരു ടീസ്പൂൺ എള്ളെടുത്ത് അതിലേക്കിടുക. എന്നിട്ട് അത് നിങ്ങൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ അത് കഴിച്ചാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല
അതുകൊണ്ട് നിങ്ങൾക്ക് വിശപ്പ് കുറയും. തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ രീതിയിൽ എള്ള് കഴിക്കുക. ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും നല്ല ഹെൽത്തി ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എള്ള് കഴിക്കേണ്ടതും എള്ള് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നും ഞാൻ പറഞ്ഞു തരാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം കറുത്ത എള്ള് എടുക്കുക. കറുത്ത എള്ള് ഒരു പാനിലോ ഒരു പാത്രത്തിലോ ഇട്ട് അത് നല്ലതുപോലെ ചൂടാക്കുക, വറുത്തെടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, എല്ലാവർക്കും അറിയാം, കടയിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കും. അണ്ടിപ്പരിപ്പും നിങ്ങൾ അതുപോലെ വറുത്തെടുക്കുക. പിന്നീട് നിങ്ങൾ കപ്പലണ്ടി, അതായത് കടല എന്നൊക്കെ പറയും, ഇതും നിങ്ങൾ വാങ്ങി ഇതുപോലെ നിങ്ങൾ ഒരു പാനിലിട്ട് വറുത്തെടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഇത് ചൂടാറിയതിന് ശേഷം, അതായത് എള്ള്, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, അതായത് കടല, ഇത് മൂന്നും ചൂടാറിയതിന് ശേഷം നിങ്ങൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ കറക്കിയെടുക്കുക, അതായത് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ ഏലക്ക, കരിഞ്ജീരകം ചേർക്കുന്നത് വളരെ നല്ലതാണ്, ടേസ്റ്റിയാണ്. അതും നിങ്ങൾ ചേർത്തുകൊണ്ട് ഒന്നും കൂടി നിങ്ങൾ ആ മിക്സി ജാറിലിട്ട് അത് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടിച്ചെടുത്ത ഇതിലേക്ക് നിങ്ങൾ അല്പം ശർക്കര, നിങ്ങൾക്ക് ഷുഗർ രോഗമുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര ഉപയോഗിക്കുന്നത് കുറക്കുക. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ ശർക്കരയും ആ പൊടിയിലേക്ക് ചേർത്ത് അത് നിങ്ങളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ നിങ്ങൾ എടുത്തു വെക്കുക. ദിവസവും ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വീതമെങ്കിലും നിങ്ങൾ കഴിച്ചാൽ ഉറപ്പാണ് ഇൻഷാ അല്ലാഹ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം നിങ്ങൾക്ക് ലഭിക്കും. നല്ല ആരോഗ്യമുള്ള, ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഒരു ആരോഗ്യമുള്ള ഒരു ശരീരം നിങ്ങൾക്ക് ലഭിക്കും. ഈ കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, നിങ്ങൾ ഈ പൊടിച്ചെടുത്ത എള്ളുണ്ടല്ലോ, അതിലൊരിക്കലും നനവ് പാടില്ല. നനവ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ അത് പൂക്കാൻ കാരണമാകും, പൂപ്പൽ വരും. അതുകൊണ്ട് നനവില്ലാതെ പൊടിച്ചെടുത്ത് നനവില്ലാത്തൊരു പാത്രത്തിലോ ഒരു കുപ്പിയിലോ നിങ്ങളത് സൂക്ഷിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമോ നിങ്ങൾ കഴിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല ആരോഗ്യമുള്ള, നല്ല ആഫിയത്തുള്ള ഒരു ശരീരം നമുക്ക് മരണം വരെ നൽകുമാറാകട്ടെ. ശാരീരിക, മാനസിക എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ളൊരു ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു മരണം വരെ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.